സങ്കീർത്തനങ്ങൾ ഒരു ധ്യാന പഠനം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ സങ്കീർത്തനം. ഇന്ന് നമ്മൾ 142 സങ്കീർത്തനമാണ് പഠിക്കുന്നത്. അനുഗ്രഹീതമായ സങ്കീർത്തനം ആദ്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത അവനെ ബോധിപ്പിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന ആ പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു. വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിരിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ. ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകിയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗൃഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കാൻ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും. ഇത് ദാവീദിന്റെ ഒരു ധ്യാനമാണ് എന്നും താൻ ഗുഹയിലായിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥനയാണ് എന്നും തലക്കെട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഗുഹയിലായിരുന്നു എന്ന് പറയുമ്പോൾ ഏത് ഗുഹയിലായിരുന്നു എന്ന ചോദ്യം ഉയരുകയാണ്. കാരണം ദാവീദ് 2 പ്രാവശ്യം ഗുഹയിലായിട്ടുണ്ട്. ഈ 2 ഗുഹയുടെയും സന്ദർഭം ഞാനൊന്ന് പറയാം. അതുല്ലാം ഗുഹയുടെ സന്ദർഭം എന്നുള്ളത് ഗത്തിൽ നിന്ന് ഓടി വന്ന് ഒളിച്ച ഒരിടമാണ്. ശൗലിന്റെ കയ്യാൽ ഒരു ദിവസം ഞാൻ നശിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് താൻ ഗത്തിലുള്ള ആഖീശ് രാജാവിൻ്റെ അടുക്കൽ പോയി അഭയം തേടി. പക്ഷെ അവിടെ വെച്ച് ദാവീദിനെ അവിടുത്തുകാർ തിരിച്ചറിഞ്ഞു. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പറഞ്ഞത് ഇവനെ കുറിച്ചാണ് എന്നും ഗത്തിലെ മല്ലനായിരുന്ന ഗോലിയാത്തിനെ കൊന്നത് ഇവനാണ് എന്നും തിരിച്ചറിയുകയാണ്. മാത്രമല്ല, ആ സമയത്ത് ദാവീദിന്റെ വസ്ത്രത്തിൽ ഒരു വാള് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. താൻ പണ്ട് കൊന്ന ഗോലിയാത്തിന്റെ വാള് പിന്നത്തേതിൽ ആദിയത്തിലായിരുന്നു. ദാവീദ് അഹീമലേക്കിന്റെ അടുക്കൽ പോയി ആ വാള് കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗോലിയാത്തിനെ കൊന്ന സന്ദർഭം പറഞ്ഞുകൊണ്ടാണ് അവർ അവനെ പരിചയപ്പെടുത്തിയത്. ഗോലിയാത്തിന്റെ വാള് ദാവീദിന്റെ കയ്യിൽ അപ്പോഴുണ്ട്. ദാവീദ് പെട്ടെന്ന് ഒരു ഭ്രാന്തനെ പോലെ നടിച്ചു. തുപ്പലുകൾ ഒളിപ്പിച്ചുകൊണ്ട് ഭിത്തിയിൽ വരയ്ക്കുകയും ഒക്കെ ചെയ്തു. ആഖീശ് ഭൃത്യന്മാരോട് പറഞ്ഞു, എൻ്റെ മുമ്പാകെ കളിക്കേണ്ടതിന് ഈ ഭ്രാന്തനെ കൊണ്ടുവരേണ്ടതുണ്ടോ? നമ്മുടെ നാട്ടിൽ ഭ്രാന്തന്മാരുടെ കുറവുണ്ടോ? അങ്ങനെ അവർ അവനെ ഓടിച്ചു വിട്ടു. ഓടി രക്ഷപ്പെട്ട ദാവീദ് മരുഭൂമിയിലുള്ള അതുല്ലാം ഗുഹയിൽ ചെന്ന് കയറി. അവിടെ വെച്ച് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടുമെന്ന പ്രാർത്ഥന പോലെ തൻ്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഏകദേശം 400 പേര് അവൻ്റെ അടുക്കൽ വന്നുകൂടി. കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവരൊക്കെ ദാവീദിന്റെ അടുക്കൽ വന്നുകൂടുകയും അവൻ അവർക്ക് തലവനായി തീരുകയും ചെയ്തു. അതാണ് 1ാമത്തെ ഗുഹ. ഗത്തിൽ നിന്ന് ഓടി അഭയം തേടിയ ഗുഹയാണ് അതുല്ലാം ഗുഹ. 2ാമത്തെ ഗുഹ, ശൗൽ തന്നെ പിടിക്കാനായി മാവോൻ മരുഭൂമിയിലേക്ക് വന്നു. അവിടെ വെച്ച് പിടിക്കാൻ തുടങ്ങുന്ന വേളയിൽ ഫെലിസ്ത്യർ രാജധാനി ആക്രമിച്ചിരിക്കുന്നു, വേഗം വരണമെന്ന ഒരു പട്ടാളക്കാരൻ വന്ന് പറഞ്ഞതനുസരിച്ച് ദാവീദിനെ പിടിക്കുന്നത് വിട്ടിട്ട് ശൗൽ കൊട്ടാരം കാക്കാൻ ഫെലിസ്ത്യരോട് എതിർക്കാൻ മടങ്ങിപ്പോയി. തിരുവെഴുത്തിൽ വായിക്കുന്നത് ദാവീദ് അവിടം വിട്ട് കാട്ടാട്ടിൻ പാറയുടെ മുകളിലുള്ള ഏൻഗതി എന്ന ഗുഹയിൽ ചെന്ന് താമസിച്ചു എന്നാണ്. ഇതിൽ ഏത് ഗുഹയിൽ വെച്ചാണ് ഈ സങ്കീർത്തനം ചമച്ചത് എന്നത് ചോദ്യമാണ്. 2ാമത്തെ ഗുഹയായിരിക്കാനാണ് സാധ്യത. കാരണം അതിന് തൊട്ട് മുമ്പുള്ള സന്ദർഭത്തിലാണ് ശത്രു സൈന്യം തന്നെ വളഞ്ഞത്. ശൗലും കൂട്ടരും തന്നെ പിടിക്കാൻ വളഞ്ഞെടുത്തത്. ഇന്നത്തെ നമ്മുടെ പാഠ്യഭാഗമായ 142 സങ്കീർത്തനത്തിലെ ആത്മീയ ചിന്തകളിൽ നിന്ന് പ്രസക്തമായ 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വ്യത്യസ്തതയുള്ള 4 അനുഭവങ്ങളെക്കുറിച്ച് ദാവീദ് ഇതിൽ പറയുന്നു എന്നതാണ്. അതിൽ 1ാമത്തെ ചിന്ത 2 വിധ പാതകൾ എന്നുള്ളതാണ്. വാക്യം 3, ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു.
നാം ഈ തുടർച്ചയായിട്ട് കാണുന്ന 140, 141, 142 ഈ 3 സങ്കീർത്തനങ്ങളിലും ദാവീദിനെതിരെ ശത്രുക്കൾ വെച്ച കെണികളെക്കുറിച്ച് താൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. 140-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം, അവർ എനിക്കായി കെണിയും കയറും കുടുക്കുകളും മറച്ചു വച്ചിരിക്കുന്നു. 141-ന്റെ 9 കെണിയും കുടുക്കുകളും എന്ന് പറയുന്നു. 142-ന്റെ 3 കെണി എന്ന് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ദാവീദിനെ എന്നെങ്കിലും കുടുക്കാനും ഒടുക്കാനും പലവിധ കെണികളും ചതിപ്രയോഗങ്ങളും ഒരുക്കി ശൗലും സംഘവും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഒരു പാത എന്നുള്ളത് ശത്രു കെണി ഒരുക്കി വച്ചിരിക്കുന്ന പാത എന്നുള്ളതാണ്. എന്നാൽ 3-ാം വാക്യത്തിൽ മറ്റൊരു പാതയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ആന്തരികമായ വിഷാദം മൂലം ജീവിതം ഒരു കാരാഗ്രഹം പോലെ ദാവീദിന് ഇവിടെ അനുഭവപ്പെടുകയാണ്. ഗുഹയിലാണ് കഴിയുന്നത്. പക്ഷെ പുറത്തിറങ്ങാൻ കഴിയാതെ പേടിച്ചരണ്ടവനായി ഒരു കാരാഗ്രഹത്തിൽ വസിക്കുന്നവനായി തനിക്കിവിടെ അനുഭവപ്പെടുകയാണ്. എങ്കിലും പ്രത്യാശയുടെ ഒരു ദൂത് താൻ വിളിച്ചു പറയുന്നു, എൻ്റെ ഉള്ളം എന്നിൽ വിഷാദിച്ചിരിക്കുമ്പോൾ ദൈവമേ നീ എൻ്റെ പാതയെ അറിയുന്നു. എന്ന് വെച്ചാൽ ഈ പ്രയാസങ്ങളുടെ നടുവിലും ദൈവം എനിക്ക് വേണ്ടി വേറൊരു വഴി കരുതി വച്ചിട്ടുണ്ട് എന്ന പ്രത്യാശയുടെ ദൂത് താൻ ഇവിടെ ഓർക്കുകയാണ്. ഈ സങ്കീർത്തനത്തിലെ വ്യത്യസ്തമായ 2-ാമത്തെ അനുഭവം 2 വിധ കൂട്ടം കൂടലുകളാണ്. 6-ാം വാക്യത്തിൽ ശത്രുക്കളുടെ കൂട്ടം കൂടലിനെ കുറിച്ചാണ് വായിക്കുന്നത്. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകിയ. ദാവീദ് യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്ത ഒരു ആട്ടിടയനായിരുന്നു. പിന്നീട് താൻ രാജാവൊക്കെ ആയി മാറുന്നുണ്ടെങ്കിലും ദാവീദിനെതിരെ വരുന്നത് സൈനികരായിട്ടുള്ള ആളുകളാണ് എന്ന് ഓർക്കണം. ബലശാലികളായ മനുഷ്യരാണ്. മുമ്പൊരിക്കലും ദാവീദ് അത് പറഞ്ഞിട്ടുണ്ട്, യഹോവേ ബലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമം ഹേതുവായിട്ടല്ല, എൻ്റെ പാപം ഹേതുവായിട്ടുമല്ല. 59-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. 1 ശമൂവേൽ 24-ന്റെ 1-2 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദാവീദ് എൻഗദിയിലെ ഗുഹയിൽ താമസിക്കുമ്പോൾ ശൗൽ എല്ലാ ഇസ്രായേലിൽ നിന്നും തെരഞ്ഞെടുത്ത 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവൻ്റെ ആളുകളെയും തിരവാൻ കാട്ടാട്ടിൻ പാറകളിലേക്ക് ചെന്നു. എന്താണ് സംഭവിച്ചത് എന്നുകൂടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. ദൈവം ആ ബലശാലികളുടെ പ്രതാപത്തെ കെടുത്തിക്കളഞ്ഞു. അവർക്ക് ഇളിഭ്യരായി പിന്നത്തേതിൽ മടങ്ങേണ്ടി വന്നു. യഹോവ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. യിരെമ്യാപ്രവചനം 31:11, 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവൻ ഒരു ദുർഗവും ദരിദ്രൻ അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. കഷ്ടങ്ങളിൽ നമ്മുടെ ദൈവം ഏറ്റവും അടുത്ത തുണയാണ്. 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. മറ്റൊരു കൂട്ടം കൂടൽ ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. 7-ാം വാക്യം, നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കിയാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും. ഇത് ദാവീദിന്റെ ജീവിതത്തിൽ മുമ്പൊരിക്കൽ നടന്നിട്ടുള്ള ഒരു അനുഭവമാണ്. എന്നാൽ ഇതൊരു പ്രവചന ദൂതുമാണ്. രണ്ടും ഞാൻ പറയാം. അദുല്ലാം ഗുഹയിൽ കഴിയുമ്പോൾ കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ 400-ഓളം ആളുകൾ ദാവീദിന്റെ അടുക്കൽ വന്നുകൂടുകയും അവനവർക്ക് തലവനായി തീരുകയും ചെയ്തു. ജീവിതത്തിൻ്റെ ആ ഭയങ്കര പ്രതിസന്ധിയുടെ നടുവിലാണ് ദൈവം അവനെ നേതൃത്വ തലത്തിലേക്ക് ഉയർത്തിയെടുത്തത്. ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ മക്കളെ, ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ നിന്റെ ശുശ്രൂഷയുടെ പുത്തൻ മാനം ദൈവം നിനക്ക് വേണ്ടി അപ്രതീക്ഷിതമായി ഒരുക്കിയെടുക്കുകയാണ് എന്ന വസ്തുത വിസ്മരിക്കരുത്. നീതിമാന്മാർ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ഇവിടെ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നീ എനിക്ക് ഉപകാരം ചെയ്തിരിക്കിയാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും. അങ്ങനെ വന്നുകൂടി. ശൗൽ കൊല്ലപ്പെടുന്നു. തനിക്കെതിരെ കെണികളും പദ്ധതികളും ഒരുക്കിയ ശൗൽ ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് പട്ടുപോകുന്നു. ഇസ്രായേലിലെ പ്രഭുക്കന്മാർ ദാവീദിന്റെ അടുക്കൽ വന്നിട്ട്, നീ ഞങ്ങളുടെ അസ്ഥിക്ക് അസ്ഥിയും ഞങ്ങളുടെ മാംസത്തിന് മാംസവുമല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ രാജാവായിരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു, രാജാവായി അഭിഷേകം ചെയ്യുന്നു. 2 ശമൂവേൽ 5:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവരോട് ഉടമ്പടി ചെയ്തു. ആ ഭക്തന്റെ പ്രാർത്ഥന ഒരു പ്രവചന ദൂത് പോലെ
സംഭവിക്കുന്നതായും നാം കാണുകയാണ്. വ്യത്യസ്തമായ മൂന്നാമത്തെ കാര്യം രണ്ടുവിധ ശബ്ദങ്ങൾ എന്നുള്ളതാണ്. ശത്രുക്കളുടെ ആക്രോശ ശബ്ദം ആ സന്ദർഭത്തിൽ ഉയരുകയുണ്ടായി. ദാവീദ് ഒരിക്കൽ കെയിലയിൽ വന്നപ്പോൾ ശൗൽ ഇങ്ങനെയാണ് പറഞ്ഞത്: അവൻ വാതിലും ഓടാമ്പലുമുള്ള പട്ടണത്തിൽ കടന്നിരിക്കൊണ്ട് അവൻ കുടുങ്ങിയിരിക്കുന്നു, ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ ശൗലിന്റെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി. നന്നായി നന്നായി എന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിച്ചു, പിടിച്ചില്ല എന്ന രീതിയിൽ 3000 പട്ടാളം അവൻ്റെ അടുക്കിലേക്ക് ഓടി വരുമ്പോൾ ദൈവം അവനെ അത്ഭുതകരമായി വിടുവിക്കുന്നുണ്ട്. ആ ശത്രുവിൻ്റെ ആരവാരങ്ങൾ അബദ്ധ ശബ്ദങ്ങളായി, അവർക്ക് തന്നെ അമളി പറ്റിയ അവസരങ്ങളായി പിന്നത്തേതിൽ പരിണമിച്ചു. എന്നാൽ ഭക്തന്റെ ഒരു ശബ്ദം ഇതിൻ്റെ നടുവിൽ നമുക്ക് കേൾക്കാൻ കഴിയും. 1, 5, 2 വാക്യങ്ങളിൽ ഉറക്കെ നിലവിളിക്കുന്നവനായി, ഉച്ചത്തിൽ യാചിക്കുന്നവനായി, സങ്കടം പകരുന്നവനായി, ഹൃദയം ദൈവസന്നിധിയിൽ ബോധിപ്പിക്കുന്നവനായി നാം ദാവീദിനെ കാണുകയാണ്. ശത്രുക്കൾ അവനെതിരെ ആക്രോശത്തിന്റെ ഭീഷണിയുടെ സ്വരങ്ങൾ ഉയർത്തുമ്പോൾ ഭക്തൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു, ഹൃദയം പകരുന്നു, യാചിക്കുന്നു. എത്രയോ അനുഗ്രഹീതമായ ആത്മീയ ചിന്തയാണിത്. ദാവീദ് നിലവിളിക്കുകയാണ്. കരയുവാൻ ബലമില്ലാതെ ആകുവോളം കരഞ്ഞ അനുഭവങ്ങൾ വേറെയും തന്റെ ജീവിതത്തിലുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 30:4 നാം അങ്ങനെയാണ് വായിക്കുന്നത്. ഗുഹയിലായിരിക്കുന്ന ദാവീദിനോടുകൂടെ ആരുമില്ല, അതുകൊണ്ട് ആരെങ്കിലും കേട്ടാലോ എന്ന ആശങ്ക അവനില്ല. നമുക്കറിയാം, നമുക്കൊരു ചെറിയ ദുഃഖമോ പ്രയാസമോ വരുമ്പോൾ നമ്മുടെ മുഖം വാടുകയോ കണ്ണുകൾ ഈറനണിയുകയോ ചെയ്യും. ചെറിയ കണ്ണുനീർ തുള്ളികൾ നമ്മുടെ കണ്ണിൽ നിന്ന് വന്നു എന്ന് വരാം. പക്ഷെ ഭയങ്കര പ്രയാസങ്ങൾ വരുമ്പോൾ പരിസരങ്ങൾ പോലും മറന്ന് നാം വാവിട്ട് അലറിക്കരഞ്ഞു എന്ന് വന്നേക്കാം. ദാവീദ് ഇവിടെ ഉറക്കെ നിലവിളിക്കുകയാണ്. വ്യത്യസ്തമായ 4ാമത്തെ അനുഭവം 2 വിധ ശരണങ്ങൾ എന്നുള്ളതാണ്. ദാവീദിന് ആദ്യം ഒരു തോന്നലുണ്ടായി. 4ാമത്തെ വാക്യം: യഹോവേ, വലത്തോട്ട് നോക്കി കാണണമേ, ശരണം എനിക്ക് പോയിരിക്കുന്നു. ഇത് ഉള്ളിൽ വിഷാദിച്ച വേളയിൽ ഗുഹയിൽ ഏകാന്തതയിൽ കഴിഞ്ഞപ്പോൾ അവന് തോന്നിയ ഒരു തോന്നലാണ്. ശരണം എനിക്ക് പോയിരിക്കുന്നു. ശരണം വയ്ക്കാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യരും ഭൂമിയിലില്ല എന്ന തോന്നലാണ്. എന്നാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന് മറ്റൊരു ഉറപ്പ് കിട്ടി. അതാണ് 5ാം വാക്യം: നീ എൻ്റെ സങ്കേതം എന്ന് ഞാൻ പറഞ്ഞു. ദൈവം എൻ്റെ ശരണമാണ്, ദൈവം എൻ്റെ സങ്കേതമാണ്. പഴയ നിയമകാലത്ത് ലേവ്യരോട് ദൈവം പറഞ്ഞു, യോർദാൻ അക്കരയും ഇക്കരയുമായി 6 സങ്കേത നഗരങ്ങൾ ഉണ്ടാക്കണമെന്ന്. അബദ്ധവശാൽ ഒരുവൻ ഒരു കുല ചെയ്തു പോയാൽ ആ കുറ്റബോധമുള്ള കുറ്റവാളിക്ക് ഓടിപ്പോയി രക്ഷപ്പെടാൻ 6 സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്നു. അതിലേക്കുള്ള വഴിത്താരയിൽ അവൻ ഓടിക്കിതച്ച് കാല് തട്ടി മറിഞ്ഞു വീഴാതിരിക്കേണ്ടതിന് വഴി നിരപ്പാക്കിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തെ മഹാപുരോഹിതൻ മരിക്കുന്ന കാലം വരെ അവനതിൽ സുരക്ഷിതനായി താമസിക്കാൻ കഴിയും. ആ സങ്കേത നഗരത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരുന്നാൽ രക്തപാതകന് പുറകെ വന്ന് അവനെ കൊല്ലാൻ പറ്റുമായിരുന്നില്ല. കുറ്റവാളിയെങ്കിലും അവൻ ഓടിപ്പോയി രക്ഷപ്പെടാൻ സങ്കേത നഗരമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഭക്തൻ പറയുന്നത്, ദൈവമേ, നീ എൻ്റെ സങ്കേതമാകുന്നു എന്നാണ്. വലത്തോട്ട് നോക്കി കാണണമേ. വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. ആരാ നമ്മുടെ വലത്ത് ഭാഗത്തുള്ളത്? അപ്പോസ്തലപ്രവൃത്തി 7:56. ഏറുകൊണ്ട് മരിച്ചു വരുന്ന സ്തെഫാനോസ് എന്ന ഭക്തനെ സ്വീകരിപ്പാൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവൻ എൻ്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഏറെ കുലുങ്ങിപ്പോകയില്ല എന്നാണ് ഭക്തൻ ഉറപ്പോടെ പറയുന്നത്. 109-ാം സങ്കീർത്തനം 31-ാമത്തെ വാക്യം: എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലത്തു ഭാഗത്ത് ദൈവം നിൽക്കുകയാണ്. യഹോവ നിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ എന്നാണ് 121-ാം സങ്കീർത്തനം 5-ാമത് വചനത്തിൽ നാം വായിക്കുന്നത്. 142-ാം സങ്കീർത്തനമാണ് നമ്മുടെ ചിന്ത. അതിലെ 2ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത ദൈവത്തെ യഥാർത്ഥമായി നാം മനസ്സിലാക്കണം എന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ചുള്ള ചില പ്രത്യേക ചിന്തകൾ ഈ സങ്കീർത്തനത്തിനുണ്ട്. ഒന്ന്, ദൈവം നമ്മെ അറിയുന്നവനാണ് എന്നുള്ളതാണ്. വിഷാദത്താൽ മനമുരുകിപ്പോയ വേളയിൽ ദാവീദിന് ഒരു തോന്നലുണ്ടായി. 4-ാം വാക്യം: എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ശൗല് പോലും ഭയപ്പെട്ട സന്ദർഭത്തിൽ ഗോലിയാത്തിനെ താൻ തകർത്തതാണ്.
പക്ഷേ ശൗൽ ദാവീദിനെ ശരിക്കും മനസ്സിലാക്കിയില്ല. അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിലായിരിക്കുമ്പോൾ ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് കരടിയുടെയും സിംഹത്തിന്റെയും വായിൽ നിന്ന് ആടിനെ വിടുവിച്ചവനാണ്. പക്ഷേ അപ്പനും അമ്മയും പോലും അവനെ ഉപേക്ഷിച്ച അനുഭവങ്ങളുണ്ട്. അവനെ അറിയുന്നവൻ ആരുമില്ലല്ലോ. കെയിലക്കാർക്ക് വലിയ പ്രശ്നമുണ്ടായപ്പോൾ അവരെ ചെന്ന് ദാവീദ് രക്ഷിച്ചതാണ്. പക്ഷെ പിന്നത്തേതിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ദാവീദിനെ പിടിച്ച് ശൗലിന്റെ കയ്യിൽ കൊടുക്കാൻ അവർ ശ്രമിക്കുകയുണ്ടായി. എന്നെ അറിയുന്നവർ ആരുമില്ലല്ലോ. സ്വന്തം മകനായ അബ്ശാലോം തനിക്കെതിരായി വന്ന സന്ദർഭമുണ്ട്. വിശ്വസ്ത മന്ത്രിയായിരുന്ന അഹിത്തോഫേൽ തനിക്കെതിരായി മാറിയ അനുഭവമുണ്ട്. ശിമെയി തനിക്കെതിരായി വന്നിട്ടുണ്ട്. ഏദോമിനായ ദേവോഗ് തനിക്കെതിരായി വന്നിട്ടുണ്ട്. താൻ പറയുകയാണ്, ദൈവമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. എത്രയെത്ര സന്ദർഭങ്ങളിൽ ഞാനും നിങ്ങളും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ശരിക്കും മനസ്സിലാക്കുന്നവർ ആരുമില്ലല്ലോ എന്ന്. ഭാര്യയ്ക്ക് പലപ്പോഴും ഭർത്താവിനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഭർത്താവിന് പലപ്പോഴും ശരിക്ക് ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തെറ്റിദ്ധാരണകൾ മൂലം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ, ചെയ്യാത്ത തെറ്റിന് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ, ഉള്ളിൽ നെടുവീർപ്പുള്ളവരായി നിലവിളികളോടെ ഗദ്ഗതത്തോടെ നാം ഒക്കെ പറഞ്ഞു പോകാറുണ്ട്, ദൈവമേ, എന്നെ അറിയുന്നവർ ആരുമില്ലല്ലോ എന്ന്. എന്നാൽ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഞാനിവിടെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാം അറിയുന്നവനാണ്. പുറമേയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ആന്തരികമായ കാര്യങ്ങളും നിന്റെ ആത്മീകമായ അവസ്ഥകളും നന്നായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവം അറിയുന്നതായി പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവന്റെ ആരംഭം മുതൽ ദൈവത്തിന് നമ്മെ അറിയാം. 139 സങ്കീർത്തനം 15-16 വാക്യം, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. യെശയ്യാപ്രവചനം 49:1, 44:28, യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പോൾ നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് നമ്മെ അറിയാം. ഇനി നമ്മുടെ ചിന്തകളെ ദൈവത്തിന് അറിയാം. വെളിപ്പാട് പുസ്തകം 2:23, 139 സങ്കീർത്തനം 2 വാക്യം, ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. 44 സങ്കീർത്തനം 21 വാക്യം. ദൈവത്തിന്റെ ആ അറിവിനെ കുറിച്ച് ഭക്തനായ യോബും ധന്യനായ പൗലോസും പങ്കുവയ്ക്കുന്ന ചില വേദഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കട്ടെ. യോബിന്റെ പുസ്തകം 11:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? അത് ആകാശത്തോളം ഉയരമുള്ളത്, നീ എന്തു ചെയ്യും? അത് പാതാളത്തെക്കാൾ അഗാധമായത്, നിനക്കെന്തറിയാം? അതിൻ്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തെക്കാൾ വീതിയുമുള്ളത്. അവൻ കടന്നു വന്ന് ബന്ധിക്കുകയും വിസ്താര സഭയെ കൂട്ടുകയും ചെയ്താൽ അവനെ തടുക്കുന്നവനാർ? അവൻ നിസ്സാരന്മാരെ അറിയുന്നുവല്ലോ. ദൃഷ്ടി വയ്ക്കാതെ തന്നെ അവൻ ദ്രോഹം കാണുന്നു. അതെ, ദൈവമെല്ലാം അറിയുന്നവനാണ്. റോമാലേഖനം 11:33 മുതൽ 36 വരെയുള്ള വാക്യം, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ? അവന് മന്ത്രിയായിരുന്നവനാർ? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ? സകലം അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ദൈവമെല്ലാം അറിയുന്നവനാണ്. നമ്മുടെ കഷ്ടതകളും പ്രാണസങ്കടങ്ങളും ദൈവം അറിയും. 31 സങ്കീർത്തനം 7 വാക്യം, നീ എൻ്റെ അരിഷ്ടതയെ കണ്ടു, എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 3:7 വാക്യത്തിൽ ദൈവം പറയുകയാണ്, യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. 69 സങ്കീർത്തനം 19 വാക്യം, എനിക്കുള്ള നിന്ദയും ലജ്ജയും അപമാനവും നീ അറിയുന്നു. അതുപോലെ തന്നെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്. മത്തായി സുവിശേഷം 6:8-32 വാക്യം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നമ്മുടെ ഭാവി ദൈവത്തിന് അറിയാം. യിരെമ്യാപ്രവചനം 29:11, 33 വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. നീ അറിയാത്ത മഹത്വവും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ദൈവം നമ്മെ അറിയുന്നവനാണ്.
അതുപോലെ തന്നെ മറ്റൊരു ആത്മീക ചിന്ത, ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ഇവിടെ വിഷാദിക്കപ്പെട്ട ഹൃദയത്തിൽ ദാവീദിന്റെ മറ്റൊരു വിലാപം നാം വായിക്കുന്നു. 4-ാം വാക്യത്തിൽ തന്നെ, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. ഇത് ആ നിരാശ മൂടിയ വേളയിൽ താൻ പറഞ്ഞു പോയൊരു പദമാണ്. എന്നാൽ ഇതേ ദാവീദ് തന്നെ 55-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന്. അവൻ നിന്നെ പുലർത്തുമെന്ന്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനായ ദൈവമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. എനിക്ക് ആരുമില്ല എന്ന നിസ്സംഗതാവസ്ഥ. ബെഥസ്ദാ കുളക്കരയിൽ 38 വർഷമായി കിടന്നിരുന്ന മനുഷ്യനോട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കാരുമില്ല എന്നാണ് അവന്റെ വിലാപം. ആരുമില്ലാത്തവർക്ക് കർത്താവുണ്ട്. പൗലോസിന്റെ ഒരു അനുഭവം തിമോഥെയോസിന്റെ ലേഖനം 1:15-16 വാക്യങ്ങളിലും 4:16-17 വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. ആസിയാക്കാർ എല്ലാവരും എന്നെ വിട്ടിട്ട് പോയി. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനിന്നില്ല, കർത്താവോ എനിക്ക് തുണനിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും അത് കേൾപ്പാനും അവൻ എന്നെ ശക്തീകരിച്ചു. അതെ, ആരുമില്ല എന്ന് തോന്നുന്ന വേളയിൽ, നിന്നെ അറിയുന്നവരാരുമില്ല, നിനക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല എന്ന് തോന്നുന്ന വേളയിലും, ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ നന്നായി അറിയുന്ന, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു യേശു കർത്താവ് ജീവിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള 3-ാമത്തെ ചിന്ത, ദൈവം നമ്മുടെ ഓഹരിയാണ് എന്നുള്ളതാണ്. 5-ാമത്തെ വാക്യത്തിൽ ആത്മീകമായ ആ ശക്തി ആർജിച്ചുകൊണ്ട്, വിശ്വാസം ആർജിച്ചുകൊണ്ട്, വിശ്വാസത്താൽ പ്രത്യാശയുടെ ദൂത് ദാവീദ് വിളിച്ചു പറയുന്നു, നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയും ആകുന്നു. ഓഹരി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അവകാശമാണ്. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. ഇബ്രാഹാമിനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഉൽപ്പത്തി 15:1. ആസാഫിന്റെ ഒരു വാക്ക് നോക്കൂ. 73-ാം സങ്കീർത്തനം 26-ാമത്തെ വാക്യം, ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും ആകുന്നു. ദൈവത്തെ ശരിക്കും മനസ്സിലാക്കുവാൻ നമുക്ക് ദൈവം കൃപ നൽകുമാറാകട്ടെ. ഈ സങ്കീർത്തനത്തിലെ 3-ാമത്തെ പ്രസക്തമായ ചിന്ത, കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം വിടുവിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ എന്നുള്ളതാണ്. വാക്യം 7, ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ദാവീദ് ഇപ്പോൾ ആയിരിക്കുന്ന എൻഗദിയിലെ ഗുഹ ഒരു കാരാഗ്രഹം പോലെ തനിക്ക് അനുഭവപ്പെടുകയാണ്. ശൗലിനെ ഭയന്നിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്തവനായി താൻ വേദനപ്പെടുകയാണ്. പക്ഷേ താൻ ദൈവത്തോട് പറയുന്ന, ദൈവമേ, ഈ കാരാഗ്രഹത്തിൽ നിന്ന് നീ എന്നെ പുറത്തു കൊണ്ടുവരണം. അങ്ങനെ നീ എന്നെ പുറത്തു കൊണ്ടുവരുന്നത് നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യാൻ ഒരു കാരണമായി തീരണം. കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം പലരെയും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. യോസഫ് ചെയ്യാത്ത തെറ്റിനു വേണ്ടി പിടിക്കപ്പെട്ടവനായി, ശിക്ഷിക്കപ്പെട്ടവനായി അവൻ ജയിലിൽ കിടക്കുകയാണ്. തെളിവുകൾ അവനെതിരായി നിലനിൽക്കുകയാണ്. പക്ഷേ ശോധനയുടെ കാലം തികയോളം വരെ മാത്രമേ അവന്റെ കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിക്കുവാൻ ദൈവം അനുവദിച്ചുള്ളൂ. അതിനുശേഷം അവന്റെ മന്ത്രിമാരെ ഇഷ്ടം പോലെ ബന്ധിച്ചു കൊള്ളുവാനും ന്യായാധിപന്മാർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാനും ദൈവം അവനെ ഉയർത്തിയെടുക്കുകയുണ്ടായി. കാരാഗ്രഹത്തിൽ യോസഫിനെ ദൈവമാണ് പുറത്തു കൊണ്ടുവന്നതെന്ന് പിന്നത്തേതിൽ യോസഫ് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്നു. അതവർക്കൊരു ഇരുമ്പുല പോലെ തോന്നി എന്നാണ് ആവർത്തന പുസ്തകം 4:20 നമ്മൾ വായിക്കുന്നത്. മിസ്രൈം എന്ന ദേശം നിങ്ങൾക്കൊരു അടിമ നാടായിരുന്നു എന്ന് ദൈവം തന്നെ ഇസ്രായേൽ ജനത്തോട് അനേക പ്രാവശ്യം പറയുന്നുണ്ട്. പുറപ്പാട് 13:3, 14, 20:2 ഈ വാക്യങ്ങളിലെല്ലാം അടിമ വീടായ മിസ്രൈമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവ എന്ന് പറയുന്നു. എന്തിനാണ് ദൈവം അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്? ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സമ്പത്തായിരിക്കാൻ, ദൈവത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നവരായിരിക്കാൻ ദൈവം അവരെ ആ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ പുറത്തേക്ക് കൊണ്ടുവന്നു. പത്രോസിന് 2 പ്രാവശ്യം ജയിൽ മോചനമുണ്ടായി. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ പത്രോസിനെ പിടിച്ച് പൊതു തടവിലിട്ടു. രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ വന്നവനെ പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാവരോടും പ്രസ്താവിപ്പീൻ. എന്തിനാണ് ദൈവം പുറത്തു കൊണ്ടുവന്നത്? ജീവന്റെ വചനം എല്ലാവരോടും പ്രസ്താവിക്കാൻ.
പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഇതേ പത്രോസിനെ പിടിച്ച് ബന്ധവസുള്ള ഒരു കാരാഗൃഹത്തിലാക്കി. കയ്യും കാലും ചങ്ങലയിട്ട് പൂട്ടി. 3 വാതിലുകളുള്ള ജയിലാണ്. 3-ാമത്തെ വാതിൽ ഇരുമ്പ് വാതിലാണ്. 4 ചേവകരുള്ള 16 പട്ടാളം കാവലുണ്ട്. കൈകാലുകൾ ആമത്തിൽ 16 പട്ടാളത്തിന്റെ കാവൽ, 3 വാതിലുകളുടെ സുരക്ഷിതത്വം. പക്ഷേ ദൈവത്തിന് അവനെ കുറിച്ച് ഉദ്ദേശമുള്ളത് കൊണ്ട്, അവന്റെ ശുശ്രൂഷയുടെ കാലം കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട്, കൂട്ടുപ്രതിയായ യാക്കോബ് കൊല്ലപ്പെട്ടപ്പോഴും ദൈവം പത്രോസിന്റെ ആയുസ്സിനെ നീട്ടി നൽകി. ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം തന്റെ ദൂതനെ അയച്ച് യഹൂദാ ജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്നും ഹെരോദാവിന്റെ കയ്യിൽ നിന്നും എന്നെ വാസ്തവമായി വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. പൗലോസിന്റെ ജീവിതത്തിലും കാരാഗ്രഹം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഫിലിപ്പിയിൽ വെച്ച് അവൻ കഷ്ടവും അപമാനവും അനുഭവിച്ചു. ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പാടി സ്തുതിച്ചപ്പോൾ ദൈവം കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുക്കുകയും ഇളക്കുകയും ചെയ്തു. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷ പ്രാപിപ്പാൻ അത് മുഖാന്തരമായി മാറി. ദൈവമേ, ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്നെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. 142-ാം സങ്കീർത്തനമാണ് ഇന്ന് നാം ചിന്തിച്ചത്. ഗുഹയിൽ വെച്ച് താൻ കഴിച്ച ഒരു ധ്യാനമാണ്, പ്രാർത്ഥനയാണ്. അത് അതുല്ലാം ഗുഹയല്ല, എൻഗതിയിലുള്ള ഗുഹയാകാനാണ് സാധ്യത എന്ന് നാം കാണുകയുണ്ടായി. പ്രധാനപ്പെട്ട 3 ആത്മിക ചിന്തകൾ ഇന്ന് നാം ധ്യാനിച്ചു. ഒന്ന്, വ്യത്യസ്തതയുള്ള 4 അവതരണങ്ങളായിരുന്നു. 2 വിധ പാതകൾ. ശത്രുക്കണി ഒരുക്കി വെച്ചിരിക്കുന്ന പാത, എന്നാൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മുമ്പിലുള്ള പാത. മറ്റൊന്ന്, 2 വിധ കൂട്ടം കൂടലുകളായി. തന്നെ കൊല്ലുവാൻ വേണ്ടി ബലശാലികൾ ഓടിയെടുത്ത സന്ദർഭം. എന്നാൽ താൻ പ്രാർത്ഥിച്ചു, ദൈവമേ, നീതിമാന്മാർ എൻ്റെ അടുക്കൽ വന്നുകൂടും. അതൊരിക്കൽ സംഭവിച്ചു. പിന്നീട് ആ പ്രവാചക ദൂതിന്റെ നിവർത്തി എന്ന വണ്ണം ഇസ്രായേൽ മൂപ്പന്മാർ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി മുഴുവൻ ഇസ്രായേലിനും രാജാവായി അഭിഷേകം ചെയ്യുകയുണ്ടായി. 2 വിധ ശബ്ദങ്ങൾ. ശത്രുവിന്റെ ആക്രോശ ശബ്ദങ്ങളുടെ നടുവിലും ഭക്തൻ ഹൃദയം തകർന്നവനായി ഉറക്കെ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 2 വിധ ശരണങ്ങൾ. എനിക്ക് ശരണം ആരുമില്ല എന്ന് താൻ വിലപിച്ചു പോയ ഒരു നിമിഷമുണ്ടെങ്കിലും പിന്നത്തേതിൽ താൻ പറഞ്ഞു, നീ എന്റെ സങ്കേതം. 2, ദൈവത്തെ ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ എന്ന് വിലപിച്ചുവെങ്കിലും ദൈവം നമ്മെ നന്നായി അറിയുന്നവനാണ്. നമ്മുടെ ജനനം അവനറിയാം, നമ്മുടെ ചിന്തകൾ അവനറിയാം, നമ്മുടെ ഭാവി അവനറിയാം, നമ്മുടെ പ്രാണസങ്കടങ്ങളും അവന് നന്നായിട്ട് അറിയാം. ദൈവം നമുക്കായി കരുതുന്നവനാണ്. എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല എന്ന് പലപ്പോഴും വിലപിച്ചിട്ടുണ്ടെങ്കിലും നീ എന്റെ സങ്കേതവും എന്റെ ഓഹരിയുമാണ് എന്ന് ദാവീദ് പിന്നത്തേതിൽ ഏറ്റുപറയുന്നു. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. 3, കാരാഗ്രഹത്തിൽ ദൈവം വിടുവിക്കുന്നതിന് ഉദ്ദേശമാണ്. യോസഫിനെ വിടുവിച്ചത്, പത്രോസിനെ വിടുവിച്ചത്, പൗലോസിനെ വിടുവിച്ചത്, ഇസ്രായേൽ ജനത്തെ മിസ്രൈം എന്ന അടിമദേശത്തു നിന്ന് വിടുവിച്ചതൊക്കെ ദൈവനാമത്തിന് സ്തോത്രം ചെയ്യാൻ വേണ്ടിയായിരുന്നു. ദാവീദും ആസാഫും സോളമനും ഹേമാനും ഏഥാനും മോശയും. ദാവീദും ആസാഫും സോളമനും ഹേമാനും ഏഥാനും മോശയും കോരഹിൻ പുത്രന്മാരും പാടിപ്പുകഴ്ത്തിയ കീർത്തനങ്ങൾ. കോരഹിൻ പുത്രന്മാരും പാടിപ്പുകഴ്ത്തിയ കീർത്തനങ്ങൾ. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. വീണയും നാദവും കൈത്താളവും തപ്പും തമ്പുരുവും കിന്നരവും. വീണയും നാദവും കൈത്താളവും തപ്പും
കീർത്തനങ്ങൾ. മനുഷ്യാശ്രയം വ്യർത്ഥം, ദൈവാശ്രയം ശ്രേഷ്ഠം. ഇതാണല്ലോ മധ്യവാക്യം. മനുഷ്യാശ്രയം വ്യർത്ഥം, ദൈവാശ്രയം ശ്രേഷ്ഠം. ഇതാണല്ലോ മധ്യവാക്യം. വേദത്തിൻ സാരാംശവും എക്കാല ഭക്തരും പാടിടുന്ന വേദത്തിൻ സാരാംശവും എക്കാല ഭക്തരും പാടിടുന്ന സങ്കീർത്തനം, സങ്കീർത്തനം ആത്മാവിൻ ആശ്വാസ കീർത്തനങ്ങൾ. സങ്കീർത്തനം, സങ്കീർത്തനം ആത്മാവിൻ ആശ്വാസ കീർത്തനങ്ങൾ. ആലപിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൽ ചൈതന്യം ആസ്വദിക്കാം. ആലപിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൽ ചൈതന്യം ആസ്വദിക്കാം. സങ്കീർത്തനം,